പാർലമെന്റിൽ വ്യാജരേഖ ഉപയോഗിച്ച് കടക്കാൻ ശ്രമം നടത്തിയവർ പിടിയിൽ. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കടക്കാൻ ശ്രമിച്ച 3 തൊഴിലാളികളെയാണ് പിടികൂടിയത്. ജൂൺ 4-നാണ് സംഭവം നടന്നത്. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, എങ്ങനെയാണ് വിവരങ്ങൾ? ആര്യ, 4-ാം തീയതിയാണ് പാർലമെന്റിനുള്ളിലേക്ക് 3 തൊഴിലാളികൾ ഇത്തരത്തിൽ വ്യാജരേഖ ഉപയോഗിച്ചുകൊണ്ട് കടക്കാൻ ഒരു ശ്രമം നടത്തിയത്. അവരുടെ കയ്യിൽ വ്യാജ ആധാർ കാർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ പാർലമെന്റിന് പുറത്തെ തൊഴിലാളികൾ തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സംഭവത്തെ തുടർന്ന് ഇവർക്കെതിരെ എന്തായാലും FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കാസിം, മോനിസ്, ഷോബിബ് എന്നിവരെയാണ് പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഗൂഢാലോചന, വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവർ എന്തിനാണ് ഇത്തരത്തിൽ വ്യാജരേഖ ഉപയോഗിച്ച് ഇതിനുള്ളിലേക്ക് കടന്നത് എന്നത് അടക്കമുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പാർലമെന്റിൽ ഇത്തരത്തിൽ മറ്റൊരു ആക്രമണ സംഭവം ഉണ്ടായത്. കുറച്ച് പേർ പാർലമെന്റിൽ ഉള്ളിൽ കടന്നത്. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ജാഗ്രത അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിനെ വീണ്ടും കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദില്ലി പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ചോദ്യം ചെയ്യൽ, അവർ 3 പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ആര്യ, ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.